ഇതിന്റെ ഏറ്റവും രസകരമായ കാര്യം എം വി ഗോവിന്ദൻ തന്നെ ഇത് പറയണം. സ്ത്രീകൾക്കെതിരായിട്ടുള്ള അപവാദ പ്രചരണത്തിന് തുടക്കം കുറിച്ച ആളാണ് എം വി ഗോവിന്ദൻ. ആന്തൂരിലെ സാജൻ ആത്മഹത്യ ചെയ്തു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ആന്തൂരിലെ സാജൻ ആത്മഹത്യ ചെയ്യാൻ കാര്യം അവിടുത്തെ നഗരസഭാ ചെയർപേഴ്സണെ ഒന്നാം പ്രതിയാക്കേണ്ടതാണ് ആ കേസിൽ. അതാരാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അവിടുത്തെ നഗരസഭാ ചെയർപേഴ്സൺ അന്ന് അവരെ പ്രതിയാക്കാതിരിക്കാൻ ദേശാഭിമാനി പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ ആന്തൂർ സാജന്റെ പാവപ്പെട്ട ഭാര്യയെക്കുറിച്ച് അപവാദ പ്രചരണം തുടങ്ങി വെച്ചത് എം വി ഗോവിന്ദനാണ്. അയാളെ എന്നെ പഠിപ്പിക്കാൻ പറയണ്ട. ആ എം വി ഗോവിന്ദൻ എന്നെ സ്ത്രീകൾക്കെതിരായ അപവാദ പ്രചരണത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ പറയണ്ട. ഞങ്ങൾ എന്താണ് ചെയ്തതെന്ന് നിങ്ങളെല്ലാവരും കണ്ടാണല്ലോ. ഞങ്ങളുടെ മുമ്പിൽ ഒരു ആക്ഷേപം വന്നപ്പോ ഒരു രാഷ്ട്രീയ പാർട്ടിയും ചെയ്യാത്ത കാര്യമാണ് ഞങ്ങൾ ചെയ്തത്. പിന്നെ പ്രചരണം എങ്ങനെയാണ് പോയത്? ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, CPM ആണ് അന്വേഷിക്കേണ്ടത്. പുറത്തുപോയി. എങ്ങനെ പുറത്തുപോയി? ആദ്യം ഇത് പബ്ലിഷ് ചെയ്തത് എവിടെയാണ്? PS അച്യുതാനന്ദന്റെ നാഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ഒരു വ്യക്തിയുടെ യൂട്യൂബ് ചാനലിലാണ് ഇതിന് ആദ്യം പുറത്തു വന്നത്. ഞാൻ പറഞ്ഞല്ലോ, തീർച്ചയായിട്ടും കോൺഗ്രസ് ഹാൻഡിലുകൾ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ചെയ്തു കാണും. കഴിഞ്ഞ ഒരു മാസക്കാലമായി ഏകപക്ഷീയമായിട്ട് കോൺഗ്രസ് നേതാക്കളെ സ്ത്രീകളുടെ പേര് ചേർത്ത് വെച്ച് ആക്രമിക്കുമ്പോൾ ഈ സ്ത്രീപക്ഷവും ഈ മനുഷ്യാവകാശവും ഒന്നും ഉണ്ടായില്ല. ഇപ്പൊ കേസ് കൊടുത്തപ്പോ 24 മണിക്കൂറിനകം കേസെടുത്ത നല്ല കാര്യം. അല്ല, കേൾക്ക്, കേസ് നല്ല കാര്യം. മുമ്പ് കൊടുത്ത കേസുകളിൽ ഒന്നുമില്ലല്ലോ. ഉമ്മൻചാണ്ടിയുടെ മകളെ അപമാനിച്ചല്ലോ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിന്റെ കാലത്ത്. ഉമ്മയുടെ മകളെ മുമ്പ് VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോ നിയമസഭയിൽ വെച്ച് അപമാനിച്ചു. മകളെ തെരഞ്ഞെടുപ്പ് കാലത്ത് സോഷ്യൽ മീഡിയയിൽ ക്രൂരമായി എന്ന് പരാതി കൊടുത്തു. ഇതുവരെ ഒരു നടപടിയായിട്ട് മുന്നോട്ട് പോയില്ല. ഇരട്ടിയാണ്. ആക്രമണത്തിൽ ഇരട്ട നീതിയാ.